നമസ്തേ, നമ്മുടെ സംസ്കൃതം ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് റിൻസി. നമുക്ക് 10ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠഭാഗങ്ങൾ നോക്കുന്നതിലൂടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോരുത്തരായിട്ട് എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കണം. എന്നിട്ട് അത് പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം എന്ന പാഠഭാഗമാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ ശ്ലോകം നമുക്കറിയാം, പരിശ്രമവും മിതാഹാരവും. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവരാണ് ഭൂമിയിലേക്ക് വന്ന അശ്വിനി ദേവതകളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അസ്മിൻ സുഭാഷിതേ അശ്വിനി സുതൗ കൗ. അപ്പോൾ ആരൊക്കെയാണ് അശ്വിനി സുതന്മാരെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പരിശ്രമവും മിതാഹാരവും. എന്തൊക്കെയാണ്? പരിശ്രമവും മിതാഹാരവുമാണ് എന്ത്? അശ്വിനി ദേവന്മാർ. പിന്നെ അന്യം വൈദ്യം. അന്യം വൈദ്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. അന്യം വൈദ്യം, മറ്റൊരു വൈദ്യനെ കാണേണ്ടതില്ല. എങ്ങനെ? അവരെ അനാദരിച്ചുകൊണ്ട് മറ്റൊരു വൈദ്യനെ നമ്മൾ കാണേണ്ടതില്ല. പിന്നെ ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തത്? അസ്മിൻ സുഭാഷിതം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സുഭാഷിതാവലി. ഏതിൽ നിന്നാണ്? സുഭാഷിതാവലിയിൽ നിന്നാണ് ഈ സുഭാഷിതം എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചോദിക്കാം, നൈവാഹം ന ഏവ അഹം. അത് പദച്ഛേദം ചെയ്യുന്ന രീതി. അത് ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ തന്നെ ഇതിലെ ഓരോന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ പദച്ഛേദവും ശ്രദ്ധിച്ചുകൊണ്ട് നോക്കണം. എന്നിട്ട് ഏത് ക്വസ്റ്റ്യനാണ് വരികയെന്ന് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഇതിലുള്ള മുഴുവൻ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു സുഭാഷിതത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പദച്ഛേദം. അതിലുള്ള പദച്ഛേദങ്ങൾ മുഴുവൻ പഠിക്കുക. പിന്നെ വിഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. അന്വയം പഠിക്കുക. പിന്നെയോ അതിനകത്തുള്ള സമാസങ്ങൾ, പിന്നെ ക്രിയ. ഈ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ സുഭാഷിതം നോക്കുകയാണെങ്കിൽ ശനൈരർത്ഥ ശനൈർബന്ധ. ആ ശ്ലോകം നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ പതുക്കെ എന്ത് കാര്യവും പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതേപോലെ എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പതുക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കൃത്യതയോടെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ശനൈർ വിദ്യ, അതെങ്ങനെയാണ് പദച്ഛേദം ചെയ്യുക? ശനൈഹി അധികം വിദ്യ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നോക്കുക. ശനൈരർത്ഥ, ശനൈഹി അധികം അർത്ഥഃ. പിന്നെ അതിനകത്ത് ചോദിക്കാം ക്വസ്റ്റ്യനായിട്ട്, അർത്ഥഃ കഥാ സമ്പാദയതി. എങ്ങനെ നമ്മൾ അർത്ഥം സമ്പാദിക്കും? അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എങ്ങനെ സമ്പാദിക്കണം? പതുക്കെ. അതേപോലെ തന്നെ നമ്മുടെ വഴികളും ശ്രദ്ധിച്ച്, അല്ലേ, പതുക്കെ ശ്രദ്ധിച്ച് വഴികളിലെ എല്ലാ തടസ്സങ്ങളും നോക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ ചോദിക്കാം, ഈ സുഭാഷിതം ശനൈരർത്ഥ ശനൈർബന്ധ എന്ന് തുടങ്ങുന്ന സുഭാഷിതം ഏത് ഗ്രന്ഥത്തിൽ നിന്നും എടുത്തതാണ്? ചാണക്യ നീതി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താണ്? ആ മാർക്ക് സ്കോർ ചെയ്യാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ് വരിക. പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഇതിനകത്തുള്ള അന്വയ പദങ്ങൾ. അന്വയം ചോദിക്കും. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തേലും തന്നിരിക്കും. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് എഴുതിയാൽ മാത്രം മതി. അർത്ഥഃ ശനൈഹി പന്ഥ ശനൈഹി ശനൈർ പർവ്വതം ആരുഹേത് വിദ്യാ ശനൈഹി ധർമ്മഃ ശനൈഹി ച ശനൈഹി വ്യായാമഃ ച. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെ ക്വസ്റ്റ്യൻസ് കിട്ടും. അടുത്ത സുഭാഷിതത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പരിപാകമേതി. കണ്ടോ? പരിപാകമേതി. ഈ പരിപാകമേതി അത് പദച്ഛേദം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിപാകം അധികം ഏതി. ഇത് ഏതിൽ നിന്നാണ് എടുത്തത്? ചരക സംഹിത.
ഈർഷ്യ ഭയക്രോധം, ഈർഷ്യയും ഭയവും ക്രോധവും. ഈ പാഠം ഓരോ സുഭാഷിതവും നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് ഓർത്തു പോകണം. കാരണം എന്നാലേ അത് കിട്ടുള്ളൂ. ചരക സംഹിതയിൽ നിന്നാണ് ഈ സുഭാഷിതം എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ അതിനകത്ത് തന്നെയുള്ള ചോദ്യം, ലുബ്ധേന, ലുബ്ധേന ഇത്യസ്യ സമാനാർത്ഥകം പദം കിം? എന്ത് പറയും? ലോലുപേന. എന്ത് പറയാം? ലോലുപേന. ലോലുപേന എന്നാണ് എന്ത് പറയാ? ലുബ്ധേന, ലോലുപേന. അപ്പോൾ നമ്മൾ ഈ അന്വയം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. പദ്യം ഒന്ന് ക്രമപ്പെടുത്തി എഴുതിയാൽ മാത്രം മതി, നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടിയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ആ ശ്ലോകം തന്നിരിക്കുന്നതിൽ ഇതിൽ വിട്ടുപോയ ഭാഗങ്ങൾ മാത്രം ചേർത്ത് എഴുതിയാൽ മതിയാവും. ഏതത് സുഭാഷിതം കസ്മാദുദ്ധൃതം? കസ്മാദുദ്ധൃതം ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ചരക സംഹിത. ഈർഷ്യാഭയക്രോധേന സേവ്യമാനം കിംന പരിഭാഗമേതി? അന്നം. അന്നം, അന്നം എന്താണ്? നമ്മൾ ദേഷ്യത്തോടെയോ അങ്ങനെയൊന്നും നമ്മൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യരുത്, കഴിക്കുകയും ചെയ്യരുത്. സ്വസ്ഥമായിട്ടിരുന്നിട്ടേ ഫുഡ് കഴിക്കാവൂ കേട്ടോ. എന്നാലേ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിട്ട് ഭവിക്കുള്ളൂ. അസ്മിൻ ശ്ലോകേ ക്രിയാപദം. അപ്പോൾ ഓരോ ശ്ലോകത്തിലെയും ക്രിയാപദം നോക്കുക. ഏതി, ഏതാണ് ഇതിനകത്ത് വരുന്നത്? ഏതി. ഏതി എന്ന ക്രിയാപദമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ക്രിയകൾ കണ്ടെത്താം. അടുത്ത ശ്ലോകം നോക്കാം. ആത്മാനമേവ മന്യേത കർത്താരം സുഖദുഃഖയോഹോ. അപ്പോൾ അതിനകത്തുള്ള ശ്ലോകങ്ങളിലുള്ള എന്തൊക്കെ വരാം? ആ ചോദ്യം എപ്പോഴും ചോദിക്കുന്നുണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സുഖദുഃഖയോഹോ കർത്താ കഹ. സുഖദുഃഖയോഹോ കർത്താ കഹ. ആരാണ് സുഖ ദുഃഖം? സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കർത്ത ആരാണ്? ആത്മാനം. ആത്മാനം ആണ് നമ്മൾ, അല്ലേ? നമ്മൾ തന്നെയാണ് അല്ലേ ഇതിൻ്റെയൊക്കെ സുഖത്തിനും ദുഃഖത്തിനും. കീദൃശം മാർഗം പ്രതിപദ്ധ്യേതേ? ശ്രേയസ്കരം മാർഗം. നമ്മൾ ഏത് പാദമാണ് വേണ്ടത്? ശ്രേയസ്കരമായ മാർഗത്തിലൂടെയാണ്, അല്ലേ? ശ്രേയസ്കര മാർഗം. ശ്രേയസ്കരം ഇത്യസ്യ പദച്ഛേദം. അപ്പോൾ ശ്രേയസ്കരം എന്താണ്? ശ്രേയസ്കരം, ശ്രേയസ അധികം കരം, ശ്രേയസ്കരം. അസ്മിൻ ശ്ലോകേ ക്രിയാപദം ത്രസേത്. എന്ന് പറയാം? ത്രസേത്. അപ്പോൾ ക്രിയാപദം നോക്കുക, അന്വയം നോക്കുക, പദച്ഛേദം നോക്കുക. പിന്നെയോ വിഗ്രഹം സുഖദുഃഖയോഹോ, സുഖം ച ദുഃഖം ച സുഖദുഃഖേ തയോഹോ സുഖദുഃഖയോഹോ. അതും നിങ്ങൾക്ക് ഉദാഹരണം തരും, അത് നോക്കിയിട്ട് അതേപോലെ എഴുതിയാൽ മതി. അടുത്ത സുഭാഷിതം നോക്കുക. ധന്യാനാം ഉത്തമം ദാക്ഷ്യം ധനാനാം ഉത്തമം ശ്രുതം. അപ്പോൾ അത് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? കസ്മാദുദ്ധൃത മഹാഭാരതം. ഏതിൽ നിന്നാണ്? മഹാഭാരതത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തുഷ്ടിരുത്തമ, തുഷ്ടിഹി അധികം ഉത്തമ, തുഷ്ടിരുത്തമ. അപ്പോൾ അതേ രീതിയിലുള്ള പദച്ഛേദം തന്നിട്ട് നമ്മളോടത്ത് എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതാം. സൃഷ്ടിഹി ഉത്തമ, സൃഷ്ടിരുത്തമ. പുഷ്ടിഹി ഉത്തമ, പുഷ്ടിരുത്തമ. പിന്നെ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പദച്ഛേദം കേട്ടോ, പദച്ഛേദം മറന്നു പോരുത്. ശ്രുതം ഇത്യസ്യ സമാനാർത്ഥകം പദം. ശ്രുതം കേട്ടിട്ടുള്ള ശാസ്ത്രം, നമ്മൾ പഠിക്കുന്ന എല്ലാം എന്താണ്? കേട്ടറിവ്, അല്ലേ? നമ്മൾ അറിയുന്നതും എല്ലാം ശാസ്ത്രങ്ങളെയാണ് എന്ത്? ശ്രുതം എന്ന പദത്തിന് അർത്ഥമാക്കുന്നത്. പിന്നെ ധന്യാനാം ഉത്തമം കിം? ധന്യാനാം ഉത്തമം ദാക്ഷ്യം. എന്താണ്? ധന്യാനാം ഉത്തമം ദാക്ഷ്യം. അപ്പം സുഖാനാം ഉത്തമം, സുഖാനാം ഉത്തമം തുഷ്ടി. തുഷ്ടി അല്ലേ? സന്തോഷം. നമ്മൾ തുഷ്ടിരുത്തമം, സുഖാനാം തുഷ്ടിരുത്തമ. പിന്നെ ലാഭാനാം ശ്രേഷ്ഠം. ലാഭങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? ആരോഗ്യം. ഏറ്റവും നല്ല ലാഭം എന്താണ് നമുക്ക്? ആരോഗ്യം. അപ്പോൾ പദച്ഛേദം, അന്വയം. ഭാവാർത്ഥം നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓരോ ശ്ലോകത്തിനെയും അർത്ഥം ഒന്ന് നോക്കി വെച്ചാൽ മതി. ധനം കണശഃ സമ്പാദനീയം ഇത് ആശയയുക്തം ശ്ലോകം ചിത്വാ ലിഖത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ശ്ലോകം എഴുതും?
ധനം കണശഃ സമ്പാദനീയം. ഇത് ആശയയുക്തം ശ്ലോകം ചിത്വാ ലിഖത പറഞ്ഞാൽ ഏത് എഴുതാൻ പറ്റും? ശനൈരത്ത ശനൈ പന്ത ശനൈ പർവ്വതമാരുഹേത്. അപ്പോൾ ആ ശ്ലോകമാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം എന്താണ്? പതുക്കെ ചെയ്യുന്നത് അല്ലേ, നമ്മൾ പണം സമ്പാദിക്കേണ്ടത്. ശനൈർ അർത്ഥഃ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ദീനവത്സല ജനനി അല്ലേ, ദീനവത്സല ജനനി. ഇതിൽ നമ്മൾ എന്താണ് ഉപദേശം അല്ലേ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലേ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് നോക്കണം, നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ഒരു കർഷകൻ്റെ കൃഷി ചെയ്യുന്ന സമയത്ത് ആ ധേനുവിനെ, പശുവിനെ ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ സർവ്വധേനൂനാം മാത സുരഭിക്ക് ഉണ്ടാവുന്ന വിഷമമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ ശ്രദ്ധിച്ച് നോക്കണം, ഇത് എവിടെയാണ്, ഇത് ആരോട് പറഞ്ഞു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. സർവ്വധേനൂനാം മാതാ കാ, സർവ്വധേനുവിൻ്റെയും മാതാവ് ആരാണ്? പറഞ്ഞോളൂ, ആരായിരിക്കും? സുരഭി. സർവ്വധേനൂനാം മാതാ കാ സുരഭി. ദീനവത്സല ജനനി ഇതി പാഠഃ മഹാഭാരതേ കസ്മിൻ പർവാണി അന്തർഭവതി. ഈ പാഠഭാഗം ഏത് ഭാഗത്തിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിക്കാം. അപ്പം നമുക്ക് എന്ത് പറയാം? ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടേ കിട്ടുള്ളൂ കേട്ടോ. വനപർവത്തിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത്? ദീനവത്സല ജനനി. കൃഷകേന താഡിതം വൃഷഭം ദൃഷ്ട്വാ കാരുരോധ. ആരാണ് പശുവിനെ അടിച്ചപ്പോൾ വേദനിച്ചത്? ആരാണ്? പശുക്കൾ. സർവ്വധേനൂനാം മാതാ സുരഭി. കൃഷകഃ ദുർബലം വൃഷഭം കേന അതാടയൻ. എന്തുകൊണ്ടാണ് അടിച്ചത്? തോദനേന അല്ലേ, അതിനെ ചാട്ടവാറുകൊണ്ട് അല്ലേ. ഒരു അമ്മയ്ക്ക് സഹിക്കുമോ വേദനിക്കുന്ന മക്കളെ കാണാൻ? ഇല്ല. അപ്പോൾ ഏതൊരമ്മയ്ക്കും, പ്രത്യേകിച്ച് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖമോ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് കൂടുതൽ ശ്രദ്ധ ആരിലേക്കായിരിക്കും? ആ കുഞ്ഞിനോടായിരിക്കും. ആയിരക്കണക്കിന് മക്കൾ ഉണ്ടായാലും എല്ലാ അമ്മമാർക്കും ജനനി തുല്യവത്സല, അമ്മ എപ്പോഴും ഒരേ വാത്സല്യമാണ് നൽകുക. പ്രത്യേകിച്ച് അസുഖമുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി കെയർ നമ്മൾ കൊടുക്കും അല്ലേ. ദീനവത്സല ജനനി ഇതി പാഠഭാഗഃ കസ്മിൻ ഗ്രന്ഥേ അന്തർഭവതി? മഹാഭാരതേ. അപ്പോൾ വൃഷഭഃ ഇത്യസ്യ സമാനാർത്ഥകം പദം. വൃഷഭം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? വൃഷഭം. ബലീവർദ്ധഃ എന്നാണ് എന്തിന് പറയാ? വൃഷഭത്തിന്. അത് ചോദിക്കാറുണ്ട് കേട്ടോ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നും ചോദിക്കാം. ഇവിടെ ആരെയാണ് ചിത്രം കാണിക്കുന്നത്? വ്യാസ മഹർഷി. വ്യാസനാണ് എഴുതിയത്? വ്യാസ മഹർഷിയാണ് മഹാഭാരതം എഴുതിയത്. അതിലത്തെ അപ്പോൾ ധൃതരാഷ്ട്രരോട്, കണ്ണ് കാണാത്ത ഒരാളെ കണ്ടില്ലേ, ആരാണത്? ധൃതരാഷ്ട്രർ. അപ്പോൾ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് അല്ലേ മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒരു കഥയിലൂടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ യഥോചിതം യോജയത, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ നോക്കിയാൽ മതി. യഥോചിതം യോജയത പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും പേരുകൾ. ഇപ്പോൾ കൃഷകനാണെങ്കിൽ കൃഷകന് വേറൊരു പേരെന്താണ് കൊടുക്കുക? അപ്പോൾ സമാനാർത്ഥക അർത്ഥം നോക്കിയാൽ നമുക്ക് അതിനകത്ത് എന്ത് കിട്ടും? ഓരോന്നിൻ്റെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറൊരു പേര് കൊടുത്തിരിക്കുന്നത് കൃഷകഃ കൃഷീവലഃ, വൃഷഭഃ ബലീവർദ്ധഃ, തോദനം പ്രാജനം. അപ്പോൾ സുരാധിപൻ ആരാണ്? അതും ചോദിക്കുന്നുണ്ട്. ഇന്ദ്രൻ അല്ലേ, ദേവന്മാരുടെ അധിപൻ ആരായിട്ടാണ് ഇവിടെ പറയുന്നത്? ഇന്ദ്രനെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശത്രു ശാനജ് അന്തം അല്ലേ. ശത്രു ശാനജ് അന്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അത് ഇതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാം. നദ്യമാനഃ
പചൻ, പചമാനഹ, ഗച്ഛൻ, കമ്പമാനഹ, താടയൻ. ഇങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് തരും, പദങ്ങൾ തന്നിട്ട് നമ്മൾ അതിൽ നിന്നും ശത്രന്തവും ഏത് ശാനചന്തവും എഴുതുക. അപ്പം ശാനജ്, ശത്രു അതെന്താണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടേ പോകാവൂ. ശത്രു ന് അവസാനിക്കുന്ന കേട്ടോ. ശാനജ് നഹ, നഹ, ശാനജ് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവാം. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, മാറിപ്പോവരുത്. ക്വസ്റ്റ്യൻ മാറിപ്പോവാൻ എല്ലാവരും മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ എഴുതുമ്പം നഹ വരുന്നത് ശാനജ്, ശത്രു ന് വരുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ പച്ചൻ, ഗച്ഛൻ, താടയൻ, രുദൻ, പ്രേരയൻ, പഠൻ ഇതൊക്കെ എന്താണ്? ശത്രുപദമാണ് കേട്ടോ. പിന്നെ ശാനചന്തം, പചമാനഹ, കമ്പമാനഹ. അപ്പോൾ അങ്ങനെയല്ല, നഹ അവസാനിക്കുന്നത് മറന്നുപോവോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് പോവാം. പിന്നെ വിഗ്രഹവാക്യം എഴുതാൻ പറഞ്ഞാൽ എഴുതിക്കൂടെ? തരുമഹിമ, തരോഹോ മഹിമ. അപ്പോൾ ഗുരുമഹിമ എങ്ങനെ എഴുതും? ഉദാഹരണം നമുക്ക് തരും അല്ലേ, അത് വെച്ച് എഴുതിയാൽ മതിയോ? ഗുരോഹോ മഹിമ. അപ്പോൾ തരോഹോ മഹിമ തരുമഹിമ, ഗുരോഹോ മഹിമ ഗുരുമഹിമ. ഇപ്പോൾ സുരാധിപഹ, സുരാണാം അധിപഹ സുരാധിപഹ. അപ്പോൾ നരാധിപഹ, നരാണാം അധിപഹ നരാധിപഹ. ഞാൻ കഥയിലൂടെ ഒന്നും അധികം സഞ്ചരിക്കുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പാഠത്തു നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ സംഭാഷണം ഒക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സംഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതൊക്കെ എളുപ്പമാണ്. സംസ്കൃതത്തിൽ നിങ്ങൾ പേടിക്കേ വേണ്ട. സംസ്കൃതം പഠിക്കുക മാത്രമല്ല, ഒന്ന് സ്നേഹിക്കുകയും ചെയ്യാം. ആ ഭാഷയെ സ്നേഹിച്ചാൽ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ നിങ്ങൾ സംസ്കൃതത്തെ മുറുകെ പിടിക്കുക കേട്ടോ. നന്നായിട്ട് എഴുതാം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളത് എപ്പോഴും ചോദിക്കും. എന്താണ്? അധോദത്ത വാക്യേഷു സംബോധന രൂപാണി. സംബോധന രൂപാണി ഈ ഒരു ചിഹ്നം വരുന്ന ഈ ഒരു ചിഹ്നം നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത് വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ് എന്ത്? സംബോധനയിലേക്ക് എടുത്തെഴുതേണ്ടത്. ഹേ വത്സ, അപ്പം ഹേ വത്സ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ സംബോധനയിൽ എടുത്തെഴുതേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹേ വത്സ. അപ്പോൾ ഈ ഒരു ഈ ഒരു വാക്ക് അല്ലേ സംബോധനയിൽ നമ്മൾ എടുത്തേണ്ട വത്സ. അപ്പോൾ ഈ ഒരു ചിഹ്നം അവസാനിക്കുന്ന കാര്യങ്ങളാണ് സംബോധന പ്രഥമ എന്ന് പറയുമ്പോൾ വന്നാൽ എഴുതേണ്ടത്. പിന്നെ അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇതിൽ ശത്രന്തം, ശാനചന്തം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലെങ്, ലെട്ട്, ലോട്ട് ഇങ്ങനെയുള്ള ലകാരങ്ങളും ചോദിക്കാം. അപ്പോൾ അതും നോക്കി വെക്കണം. ഇവിടെ യദ്യപി തഥാപി അതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. യദ്യപി തഥാപി നിങ്ങൾക്ക് ഒന്നും ആലോചിക്കാനില്ല, അതൊക്കെ നേരെ എടുത്തെഴുതാവുന്ന കാര്യമാണ്. ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ. മാതുഹു ബഹവഹ പുത്രാഹ സന്തി ദീനേ പുത്രേ കൃപാർദ്ര ഹൃദയാ അസ്തി. അവിടെ യദ്യപി മാതുഹു തുടക്കത്തിൽ എന്ത് കൊടുക്കുക? യദ്യപി എഴുതുക. എന്നിട്ട് മാതുഹു ബഹവഹ പുത്രാഹ അവിടെ നമ്മളൊരു അവസാനിക്കുന്നില്ലേ, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അവിടെ എന്തെടുത്ത് എഴുതുക? തഥാപി ദീനേ പുത്രേ കൃപാർദ്ര ഹൃദയാ അസ്തി. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കുക. ഇപ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. എഴുതി പഠിച്ചാൽ മാത്രമേ നമ്മളെ മൈൻഡിൽ കിടക്കുള്ളൂ. കാരണം സംസ്കൃതമാണ്, അക്ഷരത്തെറ്റ് ഉണ്ടാവാൻ പാടില്ല. അക്ഷരത്തെറ്റിനൊക്കെ നമ്മൾ വേറെ വാക്കുകളായിപ്പോവും. അപ്പോൾ അത് എഴുതി തയ്യാറാക്കി പഠിക്കാം.